ഇപ്പോൾ വരുന്ന ഒരു വിവരം, കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ നൽകുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയെന്നാണ്. ഡീൻ കുര്യാക്കോസ് എംപിക്കാണ് ഈ കാര്യത്തിൽ പോലീസ് ഉറപ്പ് നൽകിയത്. ഡിവൈഎസ്പിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം കോൺഗ്രസ് പ്രവർത്തകർ അവസാനിപ്പിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ SP ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാമെന്നും സമ്പൂർണമായ സുരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ഉറപ്പ് MP എന്നുള്ള നിലയിൽ എന്നെ വിളിച്ച് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്, താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും വണ്ടിപ്പെരിയാറിൽ നിന്ന്. വിഷ്ണു, കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ നൽകാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് അറിയിക്കുന്നത്. ഒരു ഉപരോധ സമരമൊക്കെ വേണ്ടി വന്നു അത്തരം ഒരു ഉറപ്പ് പോലീസിൽ നിന്ന് ലഭിക്കാൻ. ഈ സംഭവത്തിൽ പാൽരാജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ഈ സമരം ഉപരോധം അവസാനിപ്പിച്ചെങ്കിലും കോൺഗ്രസ് ഈ വിഷയം ഇതിനോടകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ അല്ലേ? വിജയകുമാർ, കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. നാളെ അതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ ഒരു സ്ത്രീ ജ്വാല മകളെ മാപ്പ് എന്ന പേരിൽ നടത്തുന്നുണ്ട്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പീരുമേട് DYSP ഓഫീസ് ഉപരോധിച്ചത്. അത് പ്രധാനമായും അവരുടെ ആവശ്യം ഈ കുട്ടിയുടെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ അവരുടെ വീടിനും പൂർണ്ണമായി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ്. ആദ്യഘട്ടത്തിൽ ചില വിയോജിപ്പുകൾ പോലീസിന്റെ ഭാഗത്തുണ്ടായെങ്കിലും പിന്നീട് ഉന്നതതല ഇടപെടലുണ്ടായി. അങ്ങനെയാണ് SP വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് MPക്ക് ഉറപ്പ് നൽകിയത്. കുട്ടിയുടെ കുടുംബത്തിന് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കും, കുട്ടിയുടെ കുടുംബം പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ആ സുരക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും പശുമല ജംഗ്ഷനിൽ വെച്ച് ഈ അക്രമിയുടെ ഭാഗത്തുനിന്ന് കുത്തേറ്റത്. ഈ കുത്തേറ്റ അല്ലെങ്കിൽ കുത്തിയ ആള് ഈ കേസിൽ നേരത്തെ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരനാണ് പാൽരാജ്. പിന്നീട് ഇയാള് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അവിടെ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. നിലവിൽ ഇയാളെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് നാളെ രാവിലെ ആയിരിക്കും രേഖപ്പെടുത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. FIR ഉൾപ്പെടെ തയ്യാറാക്കുന്ന നടപടിയിലാണ് പോലീസ് ഉള്ളത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഒരു കുടുംബം നീതിക്കായി പോരാടുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായത്. പോലീസുമായി സംസാരിക്കുമ്പോൾ പൊടുന്നനെ ഉണ്ടായ ഒരു പ്രകോപനത്തിലാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ അക്രമശ്രമം നടന്നത് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള ആസൂത്രണവും ഉണ്ടായില്ല. അവർ തമ്മിലൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ ഇതിനിടയിൽ സംഭവിച്ച ഒരു അടിപിടി, അതിനിടയിൽ സംബന്ധിച്ചൊരു കുത്ത് ആണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ തുടക്കമാണ് നാളെ നടത്താൻ പോകുന്ന സ്ത്രീജ്വാല അല്ലെങ്കിൽ സ്ത്രീജ്വാല സദസ്സ്. ഇന്ന് മാത്യു കുഴൽനാടൻ MLA ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് പ്രധാനമായി പ്രോസിക്യൂട്ടറെ മാറ്റുന്നതിലുൾപ്പെടെ അട്ടിമറി സംഭവിച്ചു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീല് അത് പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പീലല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ഒരു പുനരന്വേഷണം. അതായത് ഒരു മികച്ച ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല നൽകി ഒരു പുനരന്വേഷണം വേണം. എന്നാൽ മാത്രമേ ഈ കേസിൽ പ്രതി ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ സമർപ്പിച്ച ചാർജ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ കേസ് പരിഗണിക്കുന്നത് പറഞ്ഞാൽ അത് കോടതി വീണ്ടും ഒരുപക്ഷെ ആ കേസ് തള്ളാനുള്ള സാഹചര്യവും നിലവിൽ കുറ്റമുക്തനാക്കപ്പെട്ട ആൾക്ക് അത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്, ഒരു പുനരന്വേഷണം വേണം. അതിനാണ് സർക്കാർ മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പൊതുവായിട്ടുള്ള ആവശ്യം. നാളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നടക്കുന്ന ഈ മകളെ മാപ്പ് എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. പൊടുന്നനെ ഉണ്ടായ ഒരു വാക്ക് തർക്കം അതിനിടയിൽ കുത്തി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ പാൽരാജ് എന്ന ഈ പ്രതി എന്തിനാണ് ഈ കത്തിയുമായി നടക്കുന്നത്, ഒരു ആയുധവുമായി സ്ഥിരമായി നടക്കുക, ഈ രണ്ടുപേരെയും കാണുമ്പോൾ അയാൾ ആക്രമിക്കുക, അതിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന നിലയിൽ അവരെ വകവരുത്താനുള്ള നീക്കമായിരുന്നോ എന്നുപോലും സംശയം ഉയരുന്നുണ്ട്. നാട്ടുകാരതൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വണ്ടിപ്പെരിയാറിൽ നിന്ന് കുടുംബത്തിന് പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. MPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. അതിനൊടുവിലാണ് DYSP ആ ഉറപ്പ് ജനപ്രതിനിധികൾക്ക് നൽകിയത്.